ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ നല്ല മുതിരയൊക്കെ അരിച്ചെടുത്തിട്ട് അതിലത്തെ കല്ലും മണലൊക്കെ മാറ്റിയിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങളാരും ഇതുവരെ കാണാത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ മുതിര നല്ലോണം നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുക്കൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് ഇത് കുക്കർക്ക് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ഉണ്ടാക്കാൻ പോണത്. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു വിഭവം കേട്ടോ. അപ്പോൾ ഇതാക്കണം നല്ലോണം കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വിസിലടുപ്പിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാക്കട് ഒരു കൂക്കിന് ശേഷം നമ്മൾ കപ്പല്ലേ പൂള, അപ്പോൾ പൂള നല്ലോണം കഴുകി വെച്ചിട്ട് പൂളി മുതിരയാണ് നമ്മൾ വെക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഒരു പാട്ട വെള്ളം പറഞ്ഞ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് കൂക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 വിസിലൊക്കെ മതി. കാരണം അതിൻ്റെ മുന്നേ നമ്മളൊന്ന് ഇതാക്കിയില്ലെങ്കിൽ ഇതൊന്ന് തൂമിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. മുതിരക്കല്ലേ എത്ര കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറവിടുകയാണ്. അതിന് വേണ്ടിയിട്ട് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഉള്ളി ഒക്കെ ഇതാക്കി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങളിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി വീണ്ടും ഉണ്ടാക്കും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സാധനമാണ് ഇത് കേട്ടോ, നമ്മുടെ മുതിരയും പൂളയും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.